തീരെ വണ്ണമില്ലാതെ മെലിഞ്ഞിരിക്കുന്ന ആളാണോ നിങ്ങൾ? അമിതവണ്ണമുള്ളവരെ, പ്രത്യേകിച്ച് തടിയന്മാരെ കാണുമ്പോൾ കളിയാക്കാറുണ്ടോ? തടിയന്മാർക്കാണ് രോഗങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയെന്ന് ചിന്തിക്കാറുണ്ടോ? എന്നാൽ ഈ ധാരണയൊക്കെ തെറ്റാണ്. മെലിഞ്ഞിരിക്കുന്നവർക്കാണ് രോഗസാധ്യത കൂടുതലെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലോക പ്രമേഹ ദിന സമ്മേളനത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മെലിഞ്ഞിരിക്കുന്നവർക്കാണ് ജീവിതശൈലി രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലെന്നാണ് പുതിയ അറിവ്. വണ്ണമുള്ളവർക്ക്, അമിതവണ്ണമുള്ളവർക്ക് അവരുടെ ശരീരത്തിലെ കൊഴുപ്പ് തൊലിക്കടിയിലുള്ള കോശങ്ങളിലാണ് ശേഖരിക്കുന്നത്. ശരീരത്തിലെ അന്നജമാണ് കൊഴുപ്പായി മാറുന്നത്. ഈ കൊഴുപ്പ് ശരീരത്തിലെ കോശത്തിനടിയിൽ ശേഖരിക്കുന്നവരിൽ അമിതവണ്ണം ഉണ്ടാകുന്നു. അവരിൽ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളിൽ കൊഴുപ്പ് ശേഖരിക്കപ്പെടുന്നില്ല. എന്നാൽ മെലിഞ്ഞിരിക്കുന്ന പലരിലും ശരീരത്തിലെ തൊലിക്കടിയിലെ കോശങ്ങളിലല്ല കൊഴുപ്പ് ശേഖരിക്കപ്പെടുന്നത്. അവരിൽ ആന്തരിക അവയവങ്ങളിലാണ് കൊഴുപ്പ് ശേഖരിക്കപ്പെടുന്നത്. ഈ കൊഴുപ്പാണ് അപകടകാരി. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളിൽ ശേഖരിക്കപ്പെടുന്ന കൊഴുപ്പ് വളരെ അപകടകാരിയാണ്. ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്ക് ഈ കൊഴുപ്പ് കാരണമാകുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ലീൻ ഒബിസിറ്റി എന്നാണ് ഈ അവസ്ഥയ്ക്ക് പേര്. ഇന്ത്യക്കാരിൽ പൊതുവെ ഈ അവസ്ഥ കണ്ടുവരാറുണ്ട്, പ്രത്യേകിച്ച് മലയാളികളിൽ. അതുകൊണ്ട് തന്നെ മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് രോഗങ്ങൾ വരില്ല എന്ന നിങ്ങളുടെ ചിന്ത മാറ്റിവെച്ചേക്കുക. മെലിഞ്ഞിരിക്കുന്നവരിലാണ് ജീവിതശൈലി രോഗങ്ങൾ വരാൻ കൂടുതൽ സാധ്യതയുള്ളത് എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതിനെന്താണ്, ഈ രോഗസാധ്യത ഒഴിവാക്കാൻ എന്താണ് മാർഗം? മികച്ച ഭക്ഷണം, മെച്ചപ്പെട്ട ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സ്ഥിരമായി വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം.